നമ്മള് ഫലിപ്പിക്കണ്ടേ ചെയ്ത്. അയാൾക്കും തോന്നണം, കാണുന്ന പ്രേക്ഷകനും തോന്നണം ഇവൻ എന്തുകൊണ്ടാണ് ഇത് കൺവിൻസ് ചെയ്യണമല്ലോ. എന്തോ ഭയങ്കര കറക്റ്റ് ആയിട്ട് വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഷോട്ട് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു ബാഹുലി? ഐഡി കണ്ടായിരുന്നു. എൻഡിങ് എന്നില്ല, ഇതെനിക്ക് അറിയേയില്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. അപ്പൊ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഈ സീനിലുണ്ട്. ഇതൊക്കെ നമുക്ക് ബ്രീഫായിട്ട് പറഞ്ഞു തരും. എവിടെയാണ് കരയേണ്ടത് അവിടെ കരയേണ്ടത് അങ്ങനെ ഇല്ലായിരുന്നു. കരയണമായിരുന്നു ആ കഥ പറയുന്ന നരേഷനില്. അപ്പൊ ബാഹു വന്നിട്ടു ഇതല്ല കേട്ടോ. അപ്പൊ എന്റെ ഫേക്ക് ചെയ്ത് വെച്ച കോൺഫിഡൻസ് ഒക്കെ അങ്ങ് പോയി. ഞാൻ ഇതല്ലല്ലേ പിന്നെ എങ്ങനെയാ. ഷോട്ടിന് മുന്നേ ഒരു ഹെഡ്സെറ്റ് വെച്ച് വന്നിട്ട് ഒരു ഇൻഡസ്ട്രിയലാറിന്റെ BGM ഇട്ട് വന്നിട്ട് പൊക്കോളാൻ പറയും. അപ്പൊ ഞാനതും വെച്ച് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ എന്തിനായിരുന്നു ഇത് ഇങ്ങനെ കേൾക്കണേന്ന് ചിന്തിച്ചു. കറങ്ങുന്നൊക്കെ ഒറിജിനലായിട്ടാണ്. പക്ഷെ അത് ഭയങ്കര എൻജോയ് ചെയ്താ ഞങ്ങള് ഷൂട്ട് ചെയ്ത. ഓരോ കറക്കം കഴിയുമ്പോഴും നേരെ സ്റ്റൂൾ വരുന്നതാണ്. അയ്യോ എന്റെ ചിരി കഴിഞ്ഞ് നേരെ നോക്കുമ്പോ അർജുനും ചിരിക്കണം. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു കമ്പിയെന്നൊക്കെ വേണം പറയാൻ. എന്റെ അടുത്ത് ചുറ്റുമുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇനി നെഗറ്റീവ് ഷെയ്ഡ് ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൊറിയൻ ക്യാരക്ടേഴ്സ് ഒന്നും എടുക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇതാ ആരംഭിക്കുന്നു. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നിങ്ങൾ തോൽക്കുന്നത് നിങ്ങളുടെ ശ്രമം അവസാനിപ്പിക്കുന്നിടത്താണ് എന്ന് 2017 ആക്ടർ സിറാജുദ്ദീൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയും. ഇപ്പോൾ നോക്കുമ്പോൾ കേരള ക്രൈം ഫയൽസിലെ മികച്ച വേഷത്തിന് ശേഷം ചേരുന്നു നമ്മോടൊപ്പം സംസാരിക്കാൻ. നമസ്കാരം. ഒരുപാട് ശ്രമങ്ങളുടെ ഫലമായിട്ട് ഇവിടെ വരെ എത്തിയിരിക്കുന്നു. രസമുള്ള ഒരു ആർക്കാണ് സിറാജിൻ്റെ ജീവിതത്തിലെ. ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് വന്നിട്ട് പിന്നെയും വേറൊരു അർത്ഥത്തിൽ സെൻട്രൽ ക്യാരക്ടർ ആവുകയാണ്. ഇങ്ങനത്തെ ഒരു ജേണി ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്, അതോ ടെംപ്ലേറ്റ് നായകനടനാവുക അതായിരുന്നു മനസ്സിലാഗ്രഹം? ഇല്ല, അങ്ങനെ ആഗ്രഹങ്ങളല്ല. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സെൻട്രൽ ക്യാരക്ടർ ആവണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യണം, അങ്ങനെയുള്ളൊരു അതിപ്പോ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. നമുക്ക് സിനിമയിൽ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതുപോലെ സെൻട്രൽ ക്യാരക്ടറായിട്ട് എന്ന് പറയപ്പെടുന്ന ക്യാരക്ടറുകൾ ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം എപ്പോഴും. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. സിനിമയിൽ വരണം, അഭിനയിക്കണം, അഭിനയിക്കുക, നമുക്കൊരു നല്ലൊരു ആക്ടർ ആണെന്ന് എല്ലാവരും പറയുക, കേൾക്കുക, അത് തരുന്നൊരു കിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് സിനിമയിലോട്ട് ട്രൈ ചെയ്തതും. അത് എനിക്ക് തോന്നുന്നു കുഞ്ഞുനാളിലോട്ടെ സിനിമയും അഭിനയം തന്നെ ആയിരുന്നു ആഗ്രഹം. മിമിക്രി, നാടകം പരിപാടിയൊക്കെ സ്കൂളിലൊക്കെ ചെയ്യും. ഞാനൊരു 3ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ സ്റ്റേജിൽ കയറി തുടങ്ങിയതാ. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പുറത്ത് പിന്നെ എനിക്ക് എവിടുന്നോ തോന്നി സിനിമ, അഭിനയം അത് തന്നെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ വീട്ടുകാരോടൊക്കെ ഓൾറെഡി പറഞ്ഞു സിനിമ തന്നെയാണ് ആഗ്രഹം. പിന്നെ ആ ആഗ്രഹം എല്ലാരും അറിഞ്ഞു, വീട്ടുകാരും ഫ്രണ്ട്സും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു. സിനിമയിൽ തന്നെ അഭിനയമോഹമായിട്ട് നടക്കുകയാണെന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ. അങ്ങനെ ഒരുപാട് പേരുണ്ട്, നമുക്ക് അറിയാവുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട് നാട്ടിലൊക്കെ. പക്ഷെ അങ്ങനെ ഞാനും അറിഞ്ഞു സിനിമയിൽ തന്നെയാണ്, സിനിമയിലോട്ട് അഭിനയിക്കാനാണ് ആഗ്രഹം, സിനിമയിലോട്ട് പോവാണ് എന്നുള്ള ആ ഒരു സംസാരമൊക്കെ വന്നു. പണ്ട് തൊട്ടേ എന്നെ എല്ലാവരും നടാന്ന് കളിക്കണം, നടാന്ന് കളിക്കണം. അത് കേട്ട് പിന്നെ നമ്മുടെ ഉള്ളിലും വന്നു സിനിമ, അഭിനയം, അങ്ങനെ നിൽക്കാം. അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നടന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ആദ്യത്തെ പടം കളിയാണ്, ഒരു പ്രൊഫഷണൽ രീതിയിൽ ആദ്യത്തെ പടം കളി എന്ന് പറഞ്ഞ പടം ജിൻകോ ഡയറക്ട് ചെയ്ത പടമാണ്. അതിനു മുന്നേ ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ഒരുപാട് സപ്ലയറിന്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. കളിയിലേക്കുള്ള സിനിമയുടെ വേഷം കിട്ടാനുള്ളത് കാരണം ബ്രദേഴ്സ് ഹോട്ടൽ, ആലപ്പുഴയിലെ ആ ഒരു ഹോട്ടലിന്റെ ഉടമയാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ ബ്രദേഴ്സ് ഹോട്ടൽ അങ്ങനെ പല പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ ഒരു ഉത്ഭവസ്ഥാനാണ്. ഇപ്പൊ ഈ ദിലീപ് സലീം കുമാർ കൂട്ടുകെട്ട്, അർസി അശോകൻ കൂട്ടുകെട്ടൊക്കെ അവിടെ വന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട്, അതിന്റെ തുടക്കം അവിടെയാണ്. ആലപ്പുഴക്കാരനായതുകൊണ്ടാണോ ഹോട്ടലിലേക്ക് എത്തുന്നത്, അതോ ഇങ്ങനെ ഒരു സിനിമാക്കാർ ഇവിടെ നിന്നാണ് വന്നത്, അങ്ങനെ മനസ്സിലാക്കി അവിടെ ചെന്നപ്പെട്ടതാണോ? സിനിമക്കാർ എവിടുന്നാ വരുന്നതെന്നുള്ള അറിവ് എനിക്ക് ആദ്യം ചെല്ലുമ്പോ ഇല്ല. എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ആലപ്പുഴയില്. അപ്പൊ അവര് ബ്രദേഴ്സിൽ വന്ന് എപ്പോഴും ചായ കുടിക്കും. അങ്ങനെ ബാലൻ ചേട്ടനായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ അങ്ങനെ അവരുടെ കൂടെയാണ് ഞാൻ ആദ്യം ചെല്ലുന്നത്. പിന്നെ എനിക്കും സിനിമയാണ് ആഗ്രഹം എന്ന് ബാലൻ ചേട്ടൻ അറിയണു. അങ്ങനെ ബാലൻ ചേട്ടൻ എന്തോ ഒരു ആത്മബന്ധം എനിക്കും ബാലൻ ചേട്ടനും, ഒരു ചേട്ടനനിയൻ ബന്ധം എനിക്കും ഫീൽ ചെയ്യുന്നു. എല്ലാരോടും അങ്ങനെയാണ് ബാലൻ ചേട്ടന് ഭയങ്കര സ്നേഹം എല്ലാരോടും. അപ്പോ പണ്ടത്തെ സിനിമക്കാര് പറയുന്നത് മറ്റേ ലിങ്ക് എന്നാ, എല്ലാ സിനിമക്കാരെയും ലിങ്ക് ചെയ്യുന്നത് ബാലൻ ചേട്ടനാന്ന് പറയും. അത് സിനിമയുടെ പുറത്തുള്ള ഒരു സിനിമക്കാര് എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട്സ്, ഒരു ഭയങ്കര സ്നേഹമാണ് ബാലൻ ചേട്ടൻ. അപ്പൊ ആ സ്നേഹം എന്നോടും ബാലചേട്ടനും എന്തോ അങ്ങനെ സ്നേഹം എല്ലാരോടും തോന്നുന്ന കൂട്ടത്തിൽ എന്നോടും തോന്നി. അങ്ങനെ ആണ് നജീമിക്ക അടുത്ത് ബാലചേട്ടനും പറയുന്നത് ഇതുപോലെ ഒരു പയ്യനുണ്ട്, നന്നായിട്ട് ചെയ്യുന്നു തോന്നുന്നു,
അങ്ങനെ നജീമിക്കാണ് എന്നെ വിളിക്കുന്നത്. ഇതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ട് ബാലചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു. അങ്ങനെ പോയി കളിയിലെത്തി, പിന്നെ കളി ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് നജീമിക്കൊക്കെ അറിയായിരുന്നു, നജീമിക്കാനെയും അറൂസിനെയും എല്ലാരും അറിയാം, ഫാമിലി പരമായിട്ടൊക്കെ അറിയാം. റെക്കമെൻഡേഷൻ കിട്ടുന്നത്. അതെ, ബാലചേട്ടനാണ് ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതുപോലെ അവനൊരു അവസരം കൊടുക്കൂ. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ അവസരം ചോദിക്കണ്ടേ. അതിപ്പോ എല്ലാ ഒരു അഭിനയമോഹികളുടെയും ഫസ്റ്റ് സ്റ്റേജില് ഇത് എങ്ങനെ എവിടെ പോയി തുടങ്ങും നമ്മൾ, എങ്ങനെ ഇപ്പൊ അവസരം ചോദിക്കുക. നമ്മൾ ചോദിക്കുമ്പോ അവർക്ക് ദേഷ്യാവോ, അവർക്കൊരു പിണക്കാവോ എന്നൊക്കെ ഒരു തോട്ടും എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാൻ നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം വേറൊരാള് വഴി കാണുന്ന പോലെയാണല്ലോ ഞാനെപ്പോ പോയാലും പോവും, കാണും. ഭയങ്കര സ്നേഹമാണ് ബാലചേട്ടൻ. പക്ഷെ അവിടെ ഒരുപാട് സിനിമകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ ചെല്ലുമ്പോ നമുക്ക്. കാരണം മണിച്ചിത്രത്താഴൊക്കെ എഴുതിയ റൂം ഏത് സിനിമക്കാര് ആ വഴി പാസ് ചെയ്താലും ബാലചേട്ടൻ കയറാണ്ട് പോകില്ല. ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ പഴംപൊരിയും ബീഫിന്റെയും സ്റ്റാർട്ടിങ് ദിലീപേട്ടന് എല്ലാവരുമായിട്ടും ഭയങ്കര സൗഹൃദമാണ് ബാലചേട്ടൻ. അതിലേക്കൊക്കെ വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ക്രൈം ഫയൽ സീസൺ 2 അത്ര എളുപ്പമല്ല ഈ സിനിമയിലെ വേഷം അഭിനയിച്ച് ഫലിപ്പിക്കാൻ. കാരണം ഇയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മോട്ടീവ് അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് ഡൈജസ്റ്റ് ആവുന്ന ഒരു കാര്യമല്ല. ഇതിനൊക്കെ ഒരാൾ ഇങ്ങനെ പെരുമാറും, ഇതിനൊക്കെ ഒരാൾ വേറെ ആളുകളുടെ ജീവൻ എടുക്കുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഏരിയ നമ്മളാദ്യം ഇതിന് വിശ്വസിക്കണമല്ലോ, എന്നാലേ നമുക്ക് ആ മേക്ക് ബിലീഫ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശ്രീ മോഹൻലാലൊക്കെ പറയുന്ന ഒരു കാര്യം നടത്താൻ പറ്റുള്ളൂ. എളുപ്പമായിരുന്നു. അതായത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന 8 വർഷത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോഗിനെ ഒരാൾ കൊന്നു, അതുകൊണ്ട് അവരെ നമുക്ക് പോയി അങ്ങ് കൊന്നേക്കാം, അങ്ങനെ ഒരാൾ ചിന്തിക്കും. അത് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഐഡിയ ആണ്. ആക്ച്വലി എന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്, ഇങ്ങനത്തെ കഥയോ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല. ശരിക്കും ഞാൻ കൊണ്ടല് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇതിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതും അതിന്റെ ഇങ്ങനെ രണ്ട് വഴിയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ആകെ തന്നത് ഒരു പ്രിപ്പയർ ചെയ്യാനും തന്ന ഡയലോഗ്, എനിക്ക് ആ ഇമോഷണൽ സീൻ പറയല്ലോ ഞാൻ ജോയി ചേട്ടനുമായിട്ട് പറയുന്നത്, ആ സീനിലാണ് എനിക്ക് ആകെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഡയലോഗ് മുന്നേ തന്നത്. അല്ലെങ്കിൽ ആ സീനെ പറ്റിയാണ് കൂടുതലും എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സീന് മുന്നേ ഇതാണ് അവസ്ഥ, ഇങ്ങനെയാണ്. അത് ശരിക്കും ബാഹു തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് സീന് മുന്നേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാ, നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അത് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. അതായത് ഷോട്ടിന് മുന്നേ ഒരു ഹെഡ്സെറ്റ് വെച്ച് വന്നിട്ട് ഒരു ഇൻഡസ്ട്രിയലാറിന്റെ BGM ഇട്ട് വന്നിട്ട് പൊക്കോളം പറയും. അപ്പൊ ഞാനതും വെച്ച് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ എന്തിനായിരുന്നു ഇത് ഇങ്ങനെ കേൾക്കണേന്ന് ചിന്തിച്ചു. പക്ഷെ പിന്നെ അത് ബാഹു എനിക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പെർഫോം ചെയ്ത സമയത്ത്. ആദ്യം ഞാൻ ചിന്തിച്ചെങ്കിലും പിന്നെ അത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് തരിക ബാഹു തന്നെ. ഡീറ്റെയിൽ ആയിട്ട് ആ സീനും ആ ക്യാരക്ടറിന്റെ ഇമോഷനും ആ ക്യാരക്ടർ ആ ഷോട്ടിന് മുന്നേ എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെ എന്ത് കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ബാഹു പറഞ്ഞുതരും. അത് പറഞ്ഞു തന്നിട്ട് ഈ ഇൻഡസ്ട്രിയലിന്റെ മ്യൂസിക് എല്ലാം BGM വെച്ചിട്ട് കേട്ടോളം പറയും. കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മള് പെർഫോമൻസിന് വിളിക്കുന്നത്. അഹമ്മദിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ, ബാഹു നമ്മളെ ആർട്ടിസ്റ്റിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, പിന്നെ പുറകെ ആൾക്കാർ വിളിക്കാൻ പോണം വാ വാ. പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ക്യാരക്ടറിനെയും ആ ഒരു സ്ക്രിപ്റ്റും ആ കഥയൊക്കെ അത്രയും ഡീപ്പായിട്ട് പുള്ളിയുടെ ഉള്ളിലുണ്ട്. എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ള ധാരണ എന്തായാലും രണ്ടുപേർക്കും ഉണ്ട്, അഹമ്മദിക്കാനും ബാഹുവിനും ഉണ്ട്. പിന്നെ നമ്മളിൽ അത് എത്തിച്ചു തരുന്നത് ശരിക്കും ബാഹു ആയിരുന്നു. ഇത്തവണ ഇക്കാനും അധികം പണിയില്ലായിരുന്നു പറഞ്ഞ ബാഹുവായിരുന്നു. കുറെ കാലത്തിന് ശേഷം ന്യായീകരിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ നീതീകരിക്കാൻ പറ്റാവുന്ന ഒരു കാരണം ഒരു ആന്റഗോണിസ്റ്റ് ഉണ്ടാവുന്ന ഒരു കഥാപാത്ര നിർമ്മിതിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വില്ലന്. അയാളുടെ സൈഡിൽ നിന്നും കൂടി നമുക്കൊരു എമ്പതി തോന്നും. കൊറിയൻ സിനിമ കൊണ്ടാണ് അധികം ഈ നമ്മള് വില്ലനാണെന്ന് വിചാരിച്ചിരുന്ന ആള് പെട്ടെന്ന് നായകനാവുകയും നായകനാണെന്ന് വിചാരിച്ചിരുന്ന ആള് പെട്ടെന്ന് വില്ലനാവുകയും ചെയ്യുന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെച്ചുമാറലുണ്ടാവുക. അതും ഇതില് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ അവസാനം ഞാൻ വളരെയധികം മൃഗങ്ങളെയും ജീവികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഏറ്റവും അധികം റിലേറ്റ് ആയത് ഈ കേസൊക്കെ അമ്പിളിരാജുവിനൊക്കെ ഞാൻ മറന്നിട്ട് അവസാനം ഞാൻ പോയി നിൽക്കുന്നത് അയാളുടെ കൂടെയാണ്. അത് വല്ലാത്തൊരു അനുഭവമായി പോയി. പ്രത്യേകിച്ച് ചിരി, അതിൽ എത്രയോ അർത്ഥങ്ങളുണ്ട്, എത്രയോ നിഗൂഢതകളുണ്ട്. അയാൾ ഒരിക്കലും പറയാത്ത കാഴ്ചക്കാരന്റെ ഭാവനയ്ക്ക് വിടുന്ന എത്രയോ വലിയൊരു അളവിൽ ഒരു ഭാവനയെ വിടുന്ന ഒരു ഏരിയ ഉണ്ട് ആ ചിരിയുടെ അകത്ത്. ചിരിക്ക് തന്നിരുന്ന ബ്രീഫ് എന്താ? അത് ശരിക്കും പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. അത് ഒരുപാട് ചിരികൾ എടുത്തു, ഒരുപാട് തവണ. എത്ര ചിരി എടുത്തിട്ടുണ്ടോ? അതെനിക്ക് ഓർമ്മയില്ല, ഒരു 10 കൂടല്ലേ മേ ബി. അപ്പൊ അതിങ്ങനെ ഓരോ തവണയും കുറച്ചുകൂടെ
എല്ലാം നല്ലതാ, പക്ഷെ അതിൽ ഏതെടുക്കണം ഞങ്ങൾ രണ്ടുപേരും നല്ല അർജുനും ചിരിക്കണമല്ലോ അല്ലേ? അതായത് അത് ഒറ്റ ടേക്കിൽ എടുക്കാൻ വേണം. എന്റെ ചിരി കഴിഞ്ഞ് നേരെ അർജുനും ചിരിക്കണം. അപ്പൊ ഈ രണ്ടുപേരും പല രീതിയിൽ ചിരിച്ചിട്ടുണ്ട്. അതിലത് ബെസ്റ്റ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. പക്ഷെ അത് ഭയങ്കര ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു കമ്പി എന്നൊക്കെ വേണേ പറയാം. അത്ര അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടത്തിൽ ചെയ്ത ഒരു വോക്കായിരുന്നു അത്. ഞങ്ങള് എല്ലാരും ഒരാള് മാത്രം നടന്നാൽ പോരാ, ആ പോലീസുകാരും അർജുനും ഞാനും എല്ലാം കറക്റ്റ് സമയത്ത് പട്ടി വന്ന് നിക്കണം, വാലാട്ടണം, ഇതൊക്കെ ഒരേ സമയത്ത് നടക്കണം. അപ്പൊ ഇത്രയും ടൈമിലും ഇത് ഒരുപോലെ നടക്കുക. ഓരോ തവണ എടുക്കുമ്പോഴും ഇതെല്ലാം ഒരുപോലെ നടക്കുന്നുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സീനാണ്. ചിലപ്പോ അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ ഭയങ്കര ഈസിയാണ്, നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ആണ്. ഇപ്പൊ അഹമ്മദ് ക, ജിതിൻ, അർജുൻ, ബാഹു എല്ലാവരും അവിടെ ഉണ്ട്. നമുക്ക് ആ ഒരു ഫ്രീഡം തരിക, ആർട്ടിസ്റ്റിന് ആ ഒരു ഫ്രീഡം തരിക. പിന്നെ ചിരിക്കാൻ ഒന്നും കൂടെ വേറൊരു ചിരി തരാം, വേറെ നല്ലൊരു ചിരി തരാം. അപ്പൊ നമ്മളെ കംഫർട്ടാക്കി നിർത്തിയിട്ടാണ് പെർഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളും ആ ഒരു സാധനം കിട്ടി 1-2 വട്ടം ചെയ്യുമ്പോ തന്നെ നമ്മൾ എന്താണ് ഡെലിവറി ചെയ്യുന്നത്, എങ്ങോട്ടാണ് ഇത്, എന്താണിത്, അപ്പൊ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഈ സീനിലുണ്ട്. ഇതൊക്കെ നമുക്ക് ബ്രീഫായിട്ട് പറഞ്ഞു തരും. അല്ല, ഈ ബാഹുല് പറഞ്ഞു തന്നിട്ടുണ്ടോ അയ്യപ്പൻ അമ്പിളി ഇയാൾ എന്താ ശരിക്കും ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് കഥയെ നേരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയില്ല. പിന്നെ ഈ സീൻസിന്റെ ഇമ്പോർട്ടൻസ് എല്ലാരും പറയുമ്പോഴാണോ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് സീനാണ്, അപ്പൊ ഇത് നന്നായിട്ട് ചെയ്യണം എന്നുള്ള തോട്ട് വരുന്നത്. അല്ലാതെ കഥയുമായിട്ട് ഇൻവോൾവ് ചെയ്തല്ല ഞാൻ ചിന്തിച്ചത്. കാരണം എനിക്ക് കഥ അറിയില്ലല്ലോ. എനിക്ക് സീന് മുന്നേ, ഈ ഷോട്ടിന് മുന്നേ ഇതാണ് സീൻ, പക്ഷെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇതിന് ശേഷം ഇയാൾ എന്തായിരിക്കും ചെയ്യുക, ഇതിന് മുമ്പ് ഇയാൾ എന്ത് ചിന്തിച്ചിട്ടായിരിക്കും അവിടെ ഇരിക്കുക, അയാളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഭാവം പറഞ്ഞു. സിറാജിൽ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഡയലോഗ് ഇല്ലാത്തപ്പോഴും ഒരാളുടെ മുഖത്ത് ഭാവം വരുന്നിട്ട് അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ആവണമല്ലോ. ഇപ്പൊ ഡയലോഗ് പറയുമ്പോൾ ഇപ്പൊ ഒരാള് നമ്മളെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ഡയലോഗ് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അയാൾ നമ്മളെ ചിരിപ്പിക്കാനാണ് വരുന്നത്, അല്ലെങ്കിൽ അയാൾ നമ്മളെ കരയിപ്പിക്കാനാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ സിറാജിന്റെ ഇപ്പൊ RDX എടുത്താലും ശരി, അല്ലെങ്കിൽ ഇപ്പൊ ക്രൈം ഫയൽസിൽ എടുക്കുമ്പോഴും ഒട്ടും ഡയലോഗ് ഇല്ലാത്ത ഏരിയയിലും സിരാജിന്റെ മനസ്സിൽ എന്താ പോണേ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ മനസ്സിൽ എന്താ പോണേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ചിരിയിൽ അയാള് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടില്ല, അപ്പൊ നിങ്ങളാണ് എന്നെ പ്രതിയെന്ന് കണ്ടുപിടിച്ചാൽ പോലും ഇത് ഞാൻ എങ്ങനെ ചെയ്തു നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് മൊത്തവും ആ ചിരിയിലുണ്ട്. അല്ലെങ്കിൽ RDX ആ തുടക്കം തൊട്ട് ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് ഫുഡ് മേടിക്കാൻ വരുന്നവർ വരെയും ഇവരെ ഞാൻ എന്തോ ചെയ്യാൻ പോവുകയാണ്, ഇവിടെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിറാജ് എന്താ ആലോചിക്കുന്ന ആ സമയത്ത്? എന്തോ ഭാഗ്യത്തിന് വരുന്നതെന്ന് തോന്നുന്നു. പറഞ്ഞപ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷെ ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ ചെയ്യുന്നത് ശരിയാണല്ലോ, അങ്ങനെ ഒരു തോന്നല്. അല്ല, ഞാൻ പറയല്ലേ, ഇപ്പൊ സിരാജിനോട് ഇപ്പൊ മുഴുവൻ കഥ പറയുന്നില്ല, അത് പറയില്ല. അപ്പൊ ഈ സീനിന്റെ എഫക്ട് എന്താണ് അടുത്ത സീനിലെന്ന് അത്രയൊന്നും അറിയുണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിനെങ്ങനെ ഉൾക്കൊള്ളുന്ന ഞാൻ ചോദിക്കുന്നത്. അവരങ്ങ് വിശ്വസിക്കുകയാണ്. ചിലപ്പോ ഞാൻ വന്ന സ്കൂളായിരിക്കും. അതായത് ഞാൻ ഇതിന് മുന്നേ ചെയ്ത സിനിമകളിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ വരെ, ഇപ്പൊ കേരള ക്രൈം ഫയൽസിന് മുന്നേ വരെ ഞാൻ ചെയ്ത സിനിമകളില് എനിക്ക് ആ സീൻ, ആ ഷോട്ട് എന്താണെന്ന് പറഞ്ഞുതരും. നമ്മളവിടെ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക, ഓക്കെ പറയും. അപ്പൊ അത് ഞാൻ യൂസ്ഡ് ആയി ആ ഒരു പ്രോസസ്സ്. നമുക്ക് മൊത്തം കഥകൾ കേൾക്കണമെന്നില്ല. ഇപ്പൊ അജിച്ചേട്ടൻ പറയുമെന്ന് പറയുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് കേൾക്കണ്ട, എനിക്ക് ആ ഷോട്ടിന് മുന്നേ എന്താണോ അത് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ വേറൊരു സ്കൂളായിരുന്നു അത്. ബാഹു എഴുതി വെച്ചത് ഒരു വള്ളി പുള്ളി തെറ്റാതെ ഡയലോഗ് നമ്മൾ പറയണം. ആ ഗ്യാപ്പ്, ഒരു ഡയലോഗിന് ശേഷമുള്ള ഗ്യാപ്പ്, ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവമായിരുന്നു. ഇപ്പൊ എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇവിടെ വന്നപ്പോ ഇതുവരെ ചെയ്തതെന്നൊക്കെ ഈ പറഞ്ഞ പോലെ ബാഹു എല്ലാം ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞ പോലെ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്റെ ഒരു തോട്ടും എന്റെ ഒരു പ്രോസസ്സും ബ്രേക്കായി. കാരണം നമ്മള് ബാഹു എന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ നമ്മൾ പറയണം. ചില സമയത്ത് നമ്മള് വാക്കുകൾ അങ്ങോട്ട് മാറാം, പെർഫോം ചെയ്യുന്നതിന്റെ ആ ഒരു വേയില് ചിലപ്പോ മാറാം. ഗ്യാപ്പുകള്, ഓരോ കുത്തും കോമയൊക്കെ നമുക്ക് ചിലപ്പം ആ ഒരു വേയില് അല്ലെ പെർഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് മാറാം. പക്ഷെ മാറാൻ പാടില്ല. ബാഹുവിന് ബാഹു അത് ഭയങ്കരമായിട്ട് ഒരു അക്ഷരം മാറിയാൽ ചിലപ്പോ നമുക്ക് തോന്നും അയ്യോ മാറിയില്ല, അപ്പൊ തന്നെ കട്ടും കേൾക്കാം. കട്ട് അത് അവിടെ അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു വട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ബാഹു പറഞ്ഞ അതങ്ങനെ തന്നെ വേണം എന്നാലേ അതെല്ലാം എനിക്കൊന്നും ചോദിച്ചു. ഇപ്പൊ ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിംഗ് എയർലേക്കാ എന്ന് പറഞ്ഞിട്ട് ഒരു വരിയുണ്ട് അതിനകത്ത്. സീരീസ് കണ്ടാൽ മനസ്സിലാവും. ലാൽ ഇന്ദ്രൻസന്റെ ക്യാരക്ടർ അമ്പിളി രാജുവിന്റെ പോസ്റ്റിങ്ങിനെ പറ്റി പറയുന്ന രീതി. അപ്പൊ ഞാൻ അങ്ങനെ ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിംഗ് അങ്ങനെ ഒരു കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ
അയാളുടെ ശേഷം തീരുമാനിച്ചിട്ടില്ല, പക്ഷെ ട്രാൻസ്ഫർ ഉണ്ട് അത്ര പറഞ്ഞാൽ മതി ശരിക്കും. പക്ഷെ അതല്ലാതെ അങ്ങനെ ഒരു ഏരിയ ഉണ്ടോ ഞാൻ ബാഹുവിനോട് ഇന്റർവ്യൂ തപ്പി ചോദിച്ചപ്പോ സഫാരിയുടെ ഇതില് ചരിത്രമേനിലൂടെ ഒരു പോലീസ് ഓഫീസർ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്ന ഒരു ഏരിയ ഉണ്ടെന്നും അതുകൊണ്ട് അത് ഇവിടെ വേണമെന്നും അത്രയും പ്രിസൈസ് ആണ് ആ റൈറ്റർ എന്നുള്ള രീതിയിൽ ബാഹുല്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മ്യൂസിയം വന്ന് ഡോഗിന്റെ ഒപ്പം ഫുൾ സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഡോഗ് ആകെ പ്രശ്നത്തിലാവുന്നു, ഡോഗ് വന്ന് കയ്യിൽ കടിക്കുന്നു. ഈ കയ്യിൽ കടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഇയാൾക്ക് ആ ഡോഗിനോട് ഒരു ദേഷ്യം ഉള്ളതാണ്. വന്ന് കടിച്ചാലോ, കടി കിട്ടിയതിന്റെ ദേഷ്യമാണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ പിന്നെ ഞാൻ പോയിട്ട് മൊത്തം സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ പോയി തിരിച്ചു നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നത് ഞാൻ വളർത്തിയതല്ലേ നിന്നെ, നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നുള്ള ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പില്ല, അതുപോലെയാ തോന്നുന്നത്. എന്താ ശരിക്കും ബാഹുലി പറഞ്ഞു തന്നിരായിരുന്നു ഇതിന്? ഈ കടിയുടെ റിയാക്ഷനിൽ വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ അത് എനിക്ക് ഓൾറെഡി അറിയാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് മറച്ചു വെച്ചിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. ഓൾറെഡി അങ്ങനെ ഇൻസിഡൻസസ് നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ, പുറത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ അവിടുന്ന് ഇവൻ സെയിം പരിപാടി തന്നെ കാണിക്കുമ്പോൾ ഉള്ളൊരു റിയാക്ഷനാണ് ഞാൻ ചെയ്തത്. ശരി, കയ്യിൽ നിൽക്കുന്നില്ല, അവൻ പിന്നെയും കയ്യിൽ നിന്ന് പോവാണല്ലോ, ഇത്തവണ എന്തായാലും കയ്യിൽ നിന്ന് പോകും മിക്കവാറും. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കടി കിട്ടുന്നതും ബാക്കിയുള്ള റിയാക്ഷൻസ് ഒക്കെ. പിന്നെ എല്ലാരും അറിയുമല്ലോ ഇവന് പ്രശ്നമാണ്, മെഡിക്കലി ഫിറ്റ് അല്ല എന്നൊക്കെ എല്ലാരും അറിയും. പിന്നെ ഞങ്ങളുടെ ജോലിയും പോകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു ഏരിയ, നിലനിൽപ്പിനെ ബാധിക്കുന്ന ഏരിയ. ഞാനത് പുറത്തറിയാതെ അറിയിക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൻ അത് അറിയിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തി. നമ്മുടെ ക്രൈം ഫയൽസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ക്രൈം ഫയൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് ഈ അന്റഗോണിസ്റ്റിന്റെ അച്ഛന്റെ ഒരു ലൈഫ് പറയുന്ന ഒരു ഏരിയയാണ്. അച്ഛൻ ആകെ കാണിക്കുന്നത് അച്ഛൻ കിടക്കുന്ന ഒറ്റൊരു ഷോട്ട് മാത്രമാണ്. അയാൾ എന്തായിരുന്നു, അയാൾക്ക് ചുറ്റുമുള്ള മൃഗങ്ങളോടും പക്ഷികളോടൊക്കെയുള്ള സ്നേഹം എന്താണെന്നൊക്കെ ഇരിക്കുന്നത് സിരാജുദ്ദീന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലാണ് ഇരിക്കുന്നത്. അയാൾ എത്രമാത്രം ഒരു പാമ്പിനെ, അതായത് വിഷമുള്ള പാമ്പിനെ പോലെ എത്ര സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ആ ഡിസ്ക്രിപ്ഷനില്ല. ഒരിക്കലും അങ്ങനെ ഒരാളെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നാണ് എളുപ്പമുള്ളൊരു കാര്യമല്ല. എനിക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ വെച്ചത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കുക എളുപ്പമല്ല. ഈ ആ സീനിന് ബാഹുല് അല്ലെങ്കിൽ അഹമ്മദ് അവരെ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്ന, അത് സ്വയം പ്രിപ്പയർ ആയവൻ എന്തൊക്കെ ചെയ്തു? അയ്യോ, അത് ശരിക്കും സെക്കൻഡ് ഡേ, എന്റെ സെക്കൻഡ് ഡേ ആണ് അത്. എനിക്ക് അതുപോലെ ചോദിക്കാനുള്ള ഒരു കാര്യം, അവിടെ കരയുന്നൊന്നുമില്ല. ഈ ഡോഗിന്റെ ഡെഡ് ബോഡി മൂടിയിട്ട സ്ഥലത്ത് ആദ്യമായിട്ട് കണ്ണീന്ന് കണ്ണീര് വരുന്നത് അതിലൊരു പർട്ടിക്കുലർ ആയിരുന്നു അല്ലേ, എവിടെയാണ് കരയേണ്ടത് അവിടെ കരയേണ്ടത്? അങ്ങനെ ഇല്ലായിരുന്നു. ശരിക്കും കരയാണ്ട് കരയണമായിരുന്നു ആ കഥ പറയുന്ന നരേഷനില് അത് പറഞ്ഞിരുന്നു. പിന്നെ എന്റെ സെക്കൻഡ് ഡേ ആണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്ത് സെക്കൻഡ് ഡേ അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സീനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ബാഹു പറഞ്ഞത് ആസ് എ മേക്കർ ഞങ്ങൾക്കും ആസ് എ പെർഫോമർ നിനക്കും ചെയ്യാൻ പറ്റിയൊരു ഇമ്പോർട്ടന്റ് സീനാണത്. നമ്മുടെ ഈ വെബ് സീരീസിലെ ഒരു ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സീനാണത്. സോ അത് നമ്മള് നന്നായി തന്നെ നമ്മൾ മാക്സിമം 100% ചെയ്യണം എന്നുള്ളത് ആദ്യമേ പറഞ്ഞിരുന്നു. എനിക്ക് അതിനു മുമ്പ് ഈ ഡയലോഗും ആദ്യമേ തന്നിരുന്നു. അപ്പൊ ഞാൻ കൊണ്ടല് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അത്രയും നാളെ ഞാൻ ഫ്രീ ആയിരുന്നു. ഈ ഡയലോഗ് കിട്ടിയതിനു ശേഷം ഞാൻ കൊണ്ടന്റ് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ചായയൊക്കെ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഈ ഡയലോഗ് തന്നെ. അപ്പൊ നമ്മള് ഈ ഡയലോഗ് വായിക്കുമ്പോൾ ഉണ്ട്. അത് എല്ലാം ഒറ്റ ടേക്കാണ് എടുത്തതും, ഒറ്റ സ്ട്രെച്ചിലാണ് എല്ലാ ഫ്രെയിമും ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഡയലോഗ് ഫുള്ള്. അപ്പോ എന്റെ മനസ്സ് മൊത്തം ഈ ഡയലോഗാ. കൊണ്ടല് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫ്രീ ടൈമില് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. കാരണം എല്ലാരും ആർട്ടിസ്റ്റ് എല്ലാം ബോട്ടിൽ തന്നെ ആണല്ലോ, ഞങ്ങൾ നേരെ കടലിൽ പോകും. പക്ഷെ ആ സമയത്തൊക്കെ എന്റെ മനസ്സിൽ ഈ ഡയലോഗാ പൊക്കോണ്ടിരിക്കണം. ഇത് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്, അത്ര ഇമ്പോർട്ടന്റ് സീനാന്ന് പറയുകയും ചെയ്യുന്നു. നമുക്കപ്പോ ഇല്ല, അധികം ദിവസം ഒന്നും എടുത്തില്ല. അപ്പൊ ഞാനൊന്ന് നമ്മുടെ രീതിയില് പെർഫോം ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒറ്റക്കൊക്കെ നിൽക്കുമ്പോ, റൂമിലൊക്കെ വന്ന് ഒറ്റക്കൊക്കെ നിൽക്കുമ്പോ ചെയ്ത് നോക്കിട്ടുണ്ട്. അപ്പൊ നമ്മുടേതായിട്ടുള്ള ധാരണ ഉണ്ടല്ലോ ഈ സീൻ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഞാൻ അപ്പൊ എനിക്കറിയാം അടുത്ത ദിവസം ഞാൻ ചെല്ലുമ്പോ ഈ സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത് രാവിലെ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഉള്ളു മൊത്തം ടെൻഷനാ. പക്ഷെ ഇത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ ഓക്കെ പിടിക്കാം, ഓക്കെയാണ്, സെറ്റാണ്, ഡയലോഗ് പഠിച്ചിട്ടുണ്ട്, പോവാം എന്നൊക്കെ പറഞ്ഞ് വളരെ കോൺഫിഡൻസ് ആ ലെവല് ഞാൻ തന്നെ ഹൈ ആക്കിയിട്ട് വന്നിരിക്കുക. അപ്പൊ എന്റെ നേരെ കോൺഫിഡൻസ് ഫേക്ക് ചെയ്യുക. അത് ചെയ്തേ പറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിരിക്കും എന്ന് നമ്മൾ തന്നെ ആദ്യം വിശ്വസിക്കണമല്ലോ, എന്നാലേ നമുക്ക് അത് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്ക് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അതെ, നമ്മളിത്
ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് നമുക്കൊരു ബോധ്യം ആദ്യം വേണം. നമ്മളൊരു കോൺഫിഡൻസ് ഈ പറഞ്ഞ പോലെ ഫേക്ക് ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് നമ്മൾ എത്തിക്കണം, എന്നാലേ നമുക്ക് അത്രയും വലിയൊരു ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചെന്നിരുന്നു. അപ്പൊ എന്റേതായിട്ടുള്ള രീതിയിൽ ആദ്യം ഒരു ടേക്ക് പോയി. അപ്പൊ ബാഹു വന്നിട്ട് ഇതല്ല കേട്ടോ. അപ്പൊ എന്റെ ഫേക്ക് ചെയ്ത് വെച്ച കോൺഫിഡൻസ് ഒക്കെ അങ്ങ് പോയി. ഞാൻ ഇതല്ലല്ലേ പിന്നെ എങ്ങനെയാ. അപ്പൊ ബാഹു പറഞ്ഞു തന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ ഭയങ്കര ഇമോഷണലി കരഞ്ഞ് ചെയ്ത സ്ഥലത്ത് ബാഹു പറഞ്ഞു അവിടെ ചെറിയൊരു ചിരി കൊടുത്താൽ മതി. പുള്ളി ആ പറഞ്ഞ ബ്രേക്ക്, നമ്മൾ നേരത്തെ ബ്രേക്കിംഗ് പരിപാടി. നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ആ ഡയലോഗ് വായിക്കും ഭയങ്കര കരഞ്ഞ് അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയുന്നു. പക്ഷെ അവിടെ ചെറിയൊരു ചിരിയൊക്കെ കൊടുത്ത് വളരെ പറഞ്ഞാല് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും പെർഫോം. ശരി, കാരണം അയാൾ എത്രയോ ആ ഇൻസിഡന്റ് ആലോചിച്ച് കരച്ചിൽ വരില്ലല്ലോ. ഇത് എന്തുകൊണ്ട് ഇയാള് ഈ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്നു എന്ന് ഈ ഒരു കഥ പറഞ്ഞാൽ മതി, അപ്പുറത്തേക്ക് ആൾക്ക് മനസ്സിലാവും. ഇത്രയും പറഞ്ഞാൽ മതി. ഈ ഒരു കഥ ഇയാളുടെ ലൈഫിലുണ്ട്, ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ഒരു മൃഗങ്ങളെ അത്രയും സ്നേഹിക്കുന്ന ഫാദറിന്റെ മോനാണ്. അപ്പൊ ഇദ്ദേഹം ഇതൊക്കെ കടന്നാ ഇവിടെ എത്തിക്കണം. അപ്പൊ ആ ഡോഗിനെ എന്തോരം ഈ മകൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഈ ഒരൊറ്റ കഥയെന്ന് അയാൾക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ വേറെ നിവൃത്തിയില്ല ഇത് കേട്ട്. അപ്പൊ അത് നമ്മൾ ഫലിപ്പിക്കണ്ടേ ചെയ്ത്. അയാൾക്കും തോന്നണം, കാണുന്ന പ്രേക്ഷകനും തോന്നണം ഇവൻ എന്തുകൊണ്ടാണ് ഇത് കൺവിൻസ് ചെയ്യണമല്ലോ. അത് എന്തായാലും എന്തോ ഭയങ്കര കറക്റ്റ് ആയിട്ട് വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഷോട്ട് കഴിച്ചിട്ട് എന്താ പറഞ്ഞു ബാഹുലി? കൈയടി കണ്ടായിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു എനർജി, നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു ആ ഷോട്ട് കഴിഞ്ഞപ്പോ. എന്നെ കുറെ ഹോണ്ട് ചെയ്ത് സിറാജിന്റെ ക്യാരക്ടറിന്റെ അച്ഛന്റെ ക്യാരക്ടറായിരുന്നു. അയാൾ എങ്ങനത്തെ ഒരു മനുഷ്യനായിരിക്കും, അയാൾ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. ഞാനത് ചോദിച്ചു. അതും ബാബുവിന്റെ ഒരു പ്രത്യേകതയാണ്. ബാബുൽ അങ്ങനെ ചില ക്യാരക്ടേഴ്സിനൊന്നും കുറെ എഴുതി നിങ്ങൾ ചിന്തിച്ചില്ലേ ലൈഫ് എങ്ങനെയായിരിക്കും. അത് തന്നെ പുള്ളിയുടെ എല്ലാ കാര്യത്തിലും നമുക്കൊരു വേ ഓഫ് തോട്ട് ഇട്ട് തരും. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ അതെങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചോ എന്ന് പുള്ളി ഇട്ട് തരും. എങ്ങനെയായിരുന്നു കുരുക്കെട്ട് ഹാങ് ചെയ്യുന്നത്? കുരുക്കെട്ട് അത് കിടന്ന് ഞാൻ കുറേ നേരം കിടന്ന്. അത് വൈപ്പിലായിരുന്നു ഷൂട്ട് ചെയ്തത്. വൈപ്പിലെ ഒരു വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. നല്ല കൊതുകും രാത്രി ആയപ്പോ നല്ല കൊതുകൊക്കെ ആയിരുന്നു. പക്ഷെ എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്യില്ല. അപ്പൊ അവിടെ അങ്ങനെ കറങ്ങുന്നൊക്കെ ഒറിജിനലായിട്ടാണ്. പക്ഷെ അത് ഭയങ്കര എൻജോയ് ചെയ്താ ഞങ്ങൾ ഷൂട്ട് ചെയ്ത. ഓരോ കറക്കം കഴിയുമ്പോഴേ നേരെ സ്റ്റൂൾ വരുന്നതാണ്. അയ്യോ, പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ സീനൊക്കെ. ഞാൻ മറ്റൊരു സിനിമയിലേക്ക് പോകണം, അവിയൽ എന്നുള്ള സിനിമ. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എപ്പോഴും സത്യമായിട്ടും. പക്ഷെ അതിന്റെ ട്രെയിലർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അതിന്റെ ഒരു ആസ്പെക്ട് റേഷ്യോ വേറൊരു രീതിയിലായിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് അത്ര ഓർമ്മ. 4 കാലഘട്ടങ്ങള് അന്ന് വന്നിട്ടുള്ള വളരെ ചുരുക്കം 1-2 റിവ്യൂസിലൊക്കെ തന്നെ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ജസ്റ്റേഴ്സിലൂടെ ഒക്കെ എളുപ്പത്തിൽ ആളുകൾ സിറാജിന്റെ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അതൊരു അങ്ങനത്തെ ഒരു സിനിമയും വിൽക്കുന്ന പ്രേമത്തിന് ശേഷം അതേ രീതിയിൽ കാലഘട്ടങ്ങൾ കാണിക്കുന്ന ഒരു സിനിമ വന്നിട്ടില്ല. ഇത് പ്രേമത്തിനെ വിട്ടിട്ട് ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി അയാളുടെ വ്യക്തി ജീവിതം, അയാളുടെ ബന്ധങ്ങള്, അയാളുടെ കൗമാരം ഒക്കെ കാണിക്കുന്ന കുറച്ചുകൂടി റോ ആയിരുന്നു, കുറച്ചുകൂടി ഇന്റൻസ് ആയിരുന്നു. അതില് എനിക്കിഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ സിറാജ് ആത്മീയ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയാണ്. അവരെ നോക്കുന്നൊരു നോട്ടമുണ്ട്. അതിൽ തന്നെ അയാളുടെ ഇന്റൻഷൻ മൊത്തം നമുക്ക് കൺവിൻസ്ഡ് ആണ്. അവയിലൊരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിട്ടാണോ അതോ അതൊരു വലിയൊരു നമുക്ക് പഠിക്കാൻ കുറെ കിട്ടിയ ഒരു ഏരിയ അങ്ങനെയാണ്? എങ്ങനെയാ അവയെല്ലാം മനസ്സിലാക്കുന്നത്? എനിക്കൊന്നും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ ഒരുപാട് ശ്രമങ്ങൾ സിറാജിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അവിയില് ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ പേഴ്സണൽ ഒരു ആസ് എ പേഴ്സൺ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. കാരണം അവിയില് ചെയ്ത് ഇപ്പൊ എന്നെ പോലൊരു അഭിനയമോഹി പെട്ടെന്നൊരു സിനിമയിൽ നായകനാകുന്നു. അത് ഇതുപോലെ 4 കാലഘട്ടങ്ങൾ 4 ചേഞ്ചസ് ചെയ്യണു. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ഞാൻ വിചാരിക്കുന്നേ ഞാൻ നായകനായി സിനിമയിലെത്തി. അപ്പൊ ഇത് ഇറങ്ങിക്കഴിഞ്ഞ് അത് ഇതിന്റെ ഓരോ ഷെഡ്യൂളായിട്ട് ഞങ്ങൾ 1.5 വർഷമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ചേഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഓരോ പോർഷൻ കഴിയുമ്പോഴും ഇത് കണ്ടവരൊക്കെ എന്റെ അടുത്ത് ഗംഭീരമായിട്ടോ അടിപൊളിയായിട്ടാ ചെയ്ത് വെച്ചിരിക്കണേ, ഗംഭീരം, ഇത് ഇറങ്ങുന്നതോടുകൂടി സെറ്റാണ്, ലൈഫ് മാറുക. അപ്പൊ ഇത് കേട്ട് ഓരോ 1.5 വർഷം ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും ഇത് ഞാൻ കേൾക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് എഡിറ്റിംഗ് റൂമിൽ നിന്നാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും എല്ലാരും ഇത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് പിന്നെ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കേൾക്കുന്നതൊന്നും അല്ല കാര്യം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് പോയി സിനിമ ആൾക്കാരെങ്ങനെ സ്വീകരിക്കുന്നു, ഇത് എങ്ങനെ ഇറങ്ങുന്നു, ഇതൊക്കെയായി പിന്നെ എന്റെ ചിന്ത. അത് കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ കൺഫേം ആയി നിൽക്കുമ്പോഴാണ് ആ സാധനം വന്നത്, കൊറോണ. പിന്നെ ഒരു 3 വർഷം 4 വർഷത്തോളം ഇത്
ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. വേറൊരു വർക്ക് ചെയ്യാനോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോലും എന്റെ മനസ്സ് ഓക്കെ അല്ലായിരുന്നു. കാരണം നമ്മൾ അത്രയും ഇൻവോൾവ് ആയിപ്പോയി, ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ്, എല്ലാ രീതിയിലും അവിയലിലോട്ട് ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ എന്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളൊക്കെ പറയണം, നീ വേറെ എന്തെങ്കിലും ചെയ്യ്, അവരത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കത് ഇറക്കാൻ അവർക്കറിയാം, അവര് ചെയ്തോളും, നീ അതിന്റെ പുറകെ ഇത്രയും 100% ഇട്ട് നിക്കണ്ട. പക്ഷെ എനിക്കെന്തോ അത് ഇറങ്ങിയിട്ട് അതിന്റെ ഒരു റിസൾട്ട് ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും അതെന്താണെന്ന് അറിഞ്ഞിട്ട് വേറൊരെണ്ണം ചെയ്യാം, വലിയ താല്പര്യം. അപ്പൊ ഇവിടെ അത് ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ അവരുടെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ല, അവർക്ക് അതിനായിട്ടുള്ള ഒരു നോളജ് ഇല്ലായിരുന്നു, ഇത് എങ്ങനെ ഇറക്കണം, അതിന്റെ ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെയൊന്നും അല്ല, അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കൺട്രോളർ ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കോളാം, കൺട്രോളറായിട്ട് ഓടിക്കോളാം. അപ്പോൾ അത് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാനായിട്ടൊന്ന് ട്രൈ ചെയ്തു. എനിക്കിത് ഒരു ദിവസം തിയേറ്ററിൽ ഇറങ്ങി, എന്റെ ഫ്രണ്ട്സും, കാരണം ഈ 4 വർഷമായിട്ട് എല്ലാവരും അവിയലിനെ പറ്റി എന്നോട് ചോദിക്കാറുള്ളൂ, എന്തായി അവിയൽ എന്തായി. അപ്പൊ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് ഈ സിനിമ എനിക്കൊന്ന് തിയേറ്ററിൽ ഇറക്കി എല്ലാവരും ഒന്ന് കാണിക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തു, ഇറക്കി. അപ്പൊ അത്രയ്ക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട് എനിക്ക് അവിയലുമായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 4 വർഷം ഞാനിത് വെയിറ്റ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ആസ് എ പേഴ്സൺ. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവിയല് കാരണം. ക്ഷമ, പിന്നെ ഇത് കുറെ കാര്യങ്ങൾ എനിക്കത് പറയാൻ അറിഞ്ഞൂടെ, പക്ഷെ നല്ല മാറ്റങ്ങളാട്ടോ, എല്ലാം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഈ എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും മീറ്റ് ചെയ്യില്ല നമ്മൾ ആക്ച്വലി സിനിമയിലേക്ക് വന്നിറക്കുമ്പോൾ. നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഒരാള് മുംബൈയിലേക്ക് വണ്ടി കയറുന്നു, അയാള് ഇങ്ങനെ കൈവീശുന്നു, അയാൾ ഷാറുഖ് ഖാൻ ആവുന്നു. ഞാൻ പണ്ടൊക്കെ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് പോയാലോ ബോംബെയിലോ ചെന്നൈയിലൊക്കെ പോയി സിനിമാക്കാരനായിട്ട്. ശരിക്കും ചിന്തിക്കുന്ന ബിസിനസ് ഒക്കെ ചെയ്ത് പൈസ ഒക്കെ ചെയ്ത് സ്മഗ്ലിംഗ് ഒക്കെ ചെയ്ത് പൈസ ആക്കി തിരിച്ചു വരാന്നൊക്കെ നമ്മള് കുട്ടിക്കാലത്ത് ചിന്തിക്കും. പക്ഷെ ഞാൻ ചിന്തിച്ചിരുന്നു എവിടെയെങ്കിലും പോയി സിനിമക്കാരനായിട്ട് വേറെ ലാംഗ്വേജിലൊക്കെ സിനിമക്കാരനൊക്കെ ആയിട്ട് ഹിറ്റായി വലിയ നടനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നു എന്നൊക്കെ ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് മീറ്റ് ചെയ്യാത്തൊരവസ്ഥ വരുമല്ലോ, അതായത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ചില ആളുകൾ അനുഭവിക്കുന്ന പ്രിവിലേജസ് ഒരിക്കലും നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ല, അല്ലെങ്കിൽ അവിടേക്ക് എത്തില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഈ ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വരുന്നു, ആരുടെ റെക്കമെൻഡേഷനിൽ വരുന്നു, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്താണ്, ഇതൊക്കെ സിനിമയിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ എങ്ങനെയാ മെന്റലി പ്രിപ്പയർ ആയത്? ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി. നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിലേ നമുക്ക് സിനിമയിൽ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇല്ല, നമ്മള് വർക്ക് ചെയ്യാം. ഇപ്പൊ അങ്ങനെ ഒരാളില്ലാന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനോ, എന്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരാളില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ പാരമ്പര്യം ഇല്ല, ഇതൊക്കെ നമുക്കറിയാന്നല്ലോ. പിന്നെ നമ്മളിത് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ നമ്മുടെ രീതിയിൽ വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ചെറുതാണെങ്കിൽ പോലും അതിൽ 100% കാണിക്കുക. അത് കണ്ടിട്ടേ നമ്മൾ ആൾക്കാർ വിളിക്കുള്ളൂ. നമ്മൾ ചെയ്തൊരു പെർഫോമൻസ് കണ്ടിട്ടേ നാളെ നമുക്കൊരു സിനിമ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു അവസരം കിട്ടുള്ളൂ. അപ്പൊ കിട്ടുന്ന അവസരത്തിൽ എത്ര 100% ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു തിയറി. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും പിന്നെ ചിന്തിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ ഈസി ആയിട്ട് പോവായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായേനെ. അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. 1000 Babies ചെയ്യുമ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രീഫായിട്ട്? ആ ക്യാരക്ടർ ഇപ്പോഴും എന്താ തുടക്കം, എന്താ ഈ പറഞ്ഞ പോലെ എനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവിക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്നതിലൊന്നും എനിക്ക് കഥ അറിഞ്ഞൂടാ. എനിക്ക് നജീമിക്ക് ഒരു വട്ടം ഈ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ശരിക്കും അയാളുടെ ഇന്റൻഷൻ എന്താ, ശരിക്കും അയാൾ ആരാ? അതായത് ഈ അവസ്ഥ എനിക്ക്, ഞാൻ പ്രിവ്യൂ കാണുമ്പോ 3 എപ്പിസോഡല്ലേ കാണിച്ചുള്ളൂ, പിന്നെ എല്ലാരെയും പോലെ തന്നെ ഞാനും ഇത് റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് റിലീസ് ചെയ്തപ്പോ ലാസ്റ്റ് ബിബിൻ വിളിക്കുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കുക, എൻഡിങ് എന്നില്ല, ഇതെനിക്ക് അറിയേയില്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഞാൻ ഇത്രയും ഒരു ക്യാരക്ടർ അതിനൊരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട് എൻഡിങ്ങിൽ എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. ഞാനിത് കണ്ടിട്ട് കരഞ്ഞിട്ടൊക്കെ, ഞാനെങ്ങനെ പേഴ്സണലി കരയാത്തൊരാളാ ലൈഫിൽ, അങ്ങനെ എനിക്ക് പെട്ടെന്ന് ആവാത്ത ഒരാളാ. പക്ഷെ ഞാൻ ഇത് കണ്ട് കരഞ്ഞു പോയി. എന്നിട്ട് അപ്പൊ തന്നെ നജീമിക്കാനും അറൂസിനൊക്കെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു എൻഡിങ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, അപ്പൊ എന്റെ അടുത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് നജീമിക്ക് പറഞ്ഞത്, അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നു, നീ തിരിഞ്ഞു നോക്കുന്നു, അത്രേ ഉള്ളു, അത് വേറൊരു സീനിന് വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. പറയുന്നില്ല. അപ്പൊ ഞാൻ ഓക്കെ പെട്ടെന്ന് തന്നെ ഒറ്റ ടേക്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയല്ലോ. പക്ഷെ
ഫൈനൽ കണ്ടപ്പോ അത് എന്തോ അതങ്ങനെ ഒരു എൻഡിങ് ആണല്ലോ, അത് വേറൊരു സെക്കൻഡിലോട്ടുള്ള ലീഡ് ആണല്ലോ എന്നൊക്കെ തിരിച്ചറിയാണല്ലോ നമ്മള് കാണുമ്പോ. അപ്പൊ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. ഈ പറഞ്ഞ പോലെ കഥ ഒരു വട്ടം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതെങ്ങനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് layers ഞാൻ മറന്നും പോയി. അപ്പൊ ഞാൻ നിജിക്കടുത്ത് എനിക്ക് കഥ അതിനിപ്പോ നീ കേക്കണ്ട, ഇതങ്ങ് ചെയ്തോ എന്നുള്ള മൂടായി. അങ്ങനെ അതും ഞാൻ ചെയ്തു. അതിന് രണ്ടാം ഭാഗം വന്നാൽ മാത്രമേ ശരിക്കും ഈ ചാർലി കോസ്റ്റ്യൂം ഇട്ട് നടക്കണം നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ആ കോസ്റ്റ്യൂമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വേറൊരു എനിക്ക് ഇതുവരെ ചെയ്യാത്ത രീതിയിൽ തന്നെ അത് മേക്ക് ഓവർ ചെയ്തു. ആ ഇരുത്തവും നടത്തവും മൊത്തത്തില് അയാളെന്താ ഒരു നാടകത്തിൽ നിന്നൊക്കെ വരുന്ന പോലെ. അത് ശരിക്കും ഡയറക്ടർ കോളാണെന്ന്. എല്ലാം ഒരു ഡയറക്ടറിന് എന്താണോ വേണ്ടത് അത് നമുക്ക് പറഞ്ഞു തരുമ്പോ നമുക്ക് കിട്ടും. അദ്ദേഹത്തിന് ഇതാണ് വേണ്ടത്, അതുപോലെ നമ്മളൊന്ന് ചെയ്തു നോക്കും. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അത് പിടിക്കുക, ആ മീറ്റർ പിടിക്കുക, അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യാറ്. റിയക്സ് സംഭവിക്കുന്നു, അതിലൂടെ ആണ് ഈ പറഞ്ഞ പോലെ ഈ ഫെമിലിയാരിറ്റി കിട്ടുന്നത്, അല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു വേഷത്തിലേക്ക് വരുന്നത്. അതിന്റെ ഒരു ബലമായിട്ടേ പിന്നെ അങ്ങോട്ടേക്ക് വരുന്ന റോളുകൾക്കൊക്കെ അതേ ഒരു പതിപ്പ് വരുമല്ലോ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, എന്തൊക്കെ ചെയ്താലും നമുക്ക് ഇവിടെ നിലനിന്നേ പറ്റൂ, നമ്മളെ ആളുകൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ ഷാജൻ ചേട്ടനൊക്കെ പോലീസ് വേഷം എടുത്ത പോലെ അതൊരു രീതി തന്നെയാണ്, അതും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പുറത്തേക്ക് ചില ആളുകൾ എഫേർട്ട് എടുത്തിട്ട് ഇത് വേണ്ട, ഇതല്ലാതെ ഒന്ന് ചെയ്താലേ ഞാൻ ഇവിടെ നിലനിൽക്കും എന്നുള്ള രീതിയിൽ സ്റ്റാൻഡ് എടുക്കാം. സിറാജ് ഇപ്പൊ ഏത് അവസ്ഥയില്ല? എന്റെ അടുത്ത് ചുറ്റുമുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇനി നെഗറ്റീവ് ഷെയ്ഡ് ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൊറിയൻ ക്യാരക്ടേഴ്സ് ഒന്നും എടുക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കോള് കിട്ടിയിട്ടില്ല, അതായത് ജഡ്ജ്മെന്റ് കിട്ടിയിട്ടില്ല. അതായത് എനിക്ക് വരുന്നുണ്ട്, നല്ല ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. എനിക്ക് അതിൽ നിന്ന് എനിക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഇപ്പം ഈ നെഗറ്റീവ് ഷെയ്ഡ് വരുന്നതാണെങ്കിൽ പോലും ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നെഗറ്റീവ് ആണെങ്കിലും 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇപ്പൊ ആഡിക്സിലാണെങ്കിലും ലാസ്റ്റ് ഒരു നല്ലവനാകുന്നുണ്ട്, കൊണ്ടലിനാണെങ്കിലും ആദ്യം നമുക്ക് തോന്നും ഭയങ്കര ചൊറിയനാണ്, പിന്നെ അത് ചേഞ്ച് ആയി വരുന്നതാണ്. ഇതിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു വില്ലൻ അല്ലെങ്കിൽ അത്രയും ഒരു ചൊറിയൻ, അങ്ങനെ ഒരു എൻഡിങ്ങില് ഇപ്പൊ ഈ 1000 ബേബീസിലാണെങ്കിൽ പോലും എൻഡിങ്ങിൽ ഇയാൾ ആരാണെന്ന് ഒരു നോട്ടത്തിൽ കൂടെ ആണെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റി. അപ്പൊ എല്ലാത്തിലും ഒരു 2 ഷെയ്ഡ്സ് മാറി വരുന്ന രീതിയിലെ ക്യാരക്ടേഴ്സ് ആചരിക്കുന്നത്. ത്രൂ ഔട്ട് ഒരു വില്ലൻ ചൊറിയൻ പരിപാടി ചെയ്തിട്ടില്ല. അപ്പൊ ഇനി നല്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രത്യേകിച്ച് ഇതും കൂടി ഇറങ്ങുന്ന സമയത്ത്, കേരള ക്രൈം ഫയൽസ് കൂടെ ഇറങ്ങുന്ന സമയത്ത് ഈ സൈക്കോ വില്ലന്മാരുടെ ഒരു കുത്തൊഴുക്ക് വരും സിറാജിലേക്ക് ഡെഫിനറ്റ്ലി. എന്തായാലും ഇനി ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ആളുകൾ അത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അപ്പൊ ഇനിയൊരു സൈക്കോ വില്ലനെയും കൂടി ഉൾക്കൊള്ളുക, അത് പറ്റുമോ? കാരണം ഓൾറെഡി ഇപ്പം വേറെ എന്തെങ്കിലും ഒരു മോട്ടീവ് വേണ്ടി വരും, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ ചിലപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി നെഗറ്റീവ് ഷെയ്ഡ് ആ ഒരു മൂഡ് പിടിച്ച് നിൽക്കുന്നതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇഷ്ടം? ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാൻ ഇപ്പൊ വിനായകനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടൊരു ഇഷ്ടമുണ്ട്. അതായത് കുറെ സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം, കാരണം വില്ലൻ എന്തും ചെയ്യുമല്ലോ, ആ ഒരു സാധനം. ചില ആളുകൾ പറയുന്ന ഒരു ഏരിയ, അപ്പുറത്തൊരു വലിയ പ്രധാനപ്പെട്ട നടനുണ്ടാവും, അപ്പൊ അയാൾക്ക് ഓപ്പോസിറ്റ് ആണ് ഇയാൾ നിൽക്കുന്നത്, അവിടെ ബ്രേക്ക് ചെയ്യാൻ. മാത്രല്ല ഇയാൾ വിചാരിക്കേണ്ടത് ഇയാളാണ് അയാളുടെ നായകൻ എന്നല്ലേ, അപ്പോഴല്ലേ അയാൾക്ക് നായകനെ വില്ലനായിട്ട് മനസ്സിൽ വിചാരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വിജയ് സേതുപതിയൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എന്താ സിറാജ് മനസ്സിൽ വിചാരിക്കുന്നത് വില്ലനാവും? അത്ര വലിയ കാര്യം ചിന്തിച്ചിട്ടില്ല. നമുക്ക് അവസരങ്ങൾ കിട്ടുന്ന എന്തോ അങ്ങനത്തെ ഒരു ക്യാരക്ടറുകളായി പോയി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന അവസരം യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞാൻ കാണുന്ന ഒരു അല്ലെങ്കിൽ സിനിമയിൽ കിട്ടുന്ന അവസരങ്ങളെ ഞാൻ അങ്ങനെ കാണുന്നത്. അതിപ്പോ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ഒരു അവസരം തരിക എന്ന് പറഞ്ഞാൽ, അവസരം കിട്ടാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമാണല്ലോ ഏത് പ്രൊഫഷനിലാണെങ്കിലും. അപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എന്തുമാത്രം പാടാണെന്ന് എനിക്കറിയാം. അല്ലെ എന്നെ പോലുള്ള അഭിനയിക്കാൻ താല്പര്യമുള്ള അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് പേർക്ക് അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം ഒരുപാട് അവസരം കിട്ടുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ ആ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 100% ചെയ്യുക. അതിനകത്ത് എനിക്ക് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അവസരം കിട്ടുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് നമ്മള് നീതിപൂർവ്വം ചെയ്യുക എന്ന് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രൊഫഷണലി നടനാവുന്ന സമയത്ത് നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ഇടുന്ന വസ്ത്രങ്ങളിൽ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം, നമ്മുടെ ശബ്ദം പ്രത്യേകിച്ച് ഡബ്ബൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതാക്കണം. ഇതൊക്കെ ഓവർ ദ എക്സ്പീരിയൻസ് ഓരോ സിനിമയിൽ നിന്ന് പഠിച്ചു വരുമായിരുന്നു. സത്യം. അല്ലാതെ എനിക്ക് അങ്ങനെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ആക്ടിങ് സ്കൂളോ ക്യാമ്പോ ഒന്നും പോയിട്ടില്ല. ട്രെയിനിങ്ങും അങ്ങനെ ശരിക്കും ഞാനത് പറയും. അതായത്
ഈ എല്ലാരും വന്ന് പറയണം ഒരു ആക്ടിങ് കോഴ്സിനാ അല്ലെങ്കിൽ ആക്ടിങ് ട്രെയിനിങ് ഈ 3 മാസത്തേക്ക് കോഴ്സ് പോലെ ആക്ട് ലാബിലൊക്കെ നടക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ വെച്ചാൽ, പക്ഷെ എനിക്ക് അതിലൊരു വിശ്വാസമേ ഇല്ലായിരുന്നു. നമ്മളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് കുറച്ചും കൂടെ കൂടും റിഫൈൻഡ് ആകും എന്നൊക്കെ ഉള്ള തോട്ട് എനിക്കില്ല. എനിക്ക് അതിൽ വിശ്വാസമില്ല. കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയാം, ഞാൻ ചെയ്യും എന്നുള്ള കോൺഫിഡൻസിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോഴും ഓവർ കോൺഫിഡൻസ് ആണെന്ന് മനസ്സിലായോ? അതായത് അപ്പൊ ഞാൻ വടക്കൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്, കിഷോർ സാറിന്റെ. അപ്പൊ അതില് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആർട്ടിസ്റ്റ് എല്ലാവർക്കും വേണ്ടി ഒരു ആഴ്ചയോളം ഒരു ആക്ടിങ് ട്രെയിനർ വന്നിട്ടൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതാണ് എന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ്, ഒരു ക്യാമ്പ്. നമ്മളിലുള്ള എക്സസൈസ് പോലെ അവർ ഓരോ എക്സസൈസ് ചെയ്യിക്കുകയാണല്ലോ ശരിക്കും. ആ ക്യാമ്പ് കഴിയുന്നതോട് കൂടിയാണ് ഇവര് കാസ്റ്റ് ചെയ്യുന്നത്. ഈ ക്യാമ്പിലൂടെയാണ് ഇവര് ഓരോരുത്തരെ ഇന്ന ക്യാരക്ടർ ചെയ്യാന്ന് കാസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് അറിഞ്ഞൂടെ, ലാസ്റ്റ് അറിഞ്ഞു. പക്ഷെ ആ ക്യാമ്പ് കഴിഞ്ഞപ്പോ എനിക്ക് ഒന്ന് റിഫ്രഷ് ആയി, കൊള്ളാലോ. അപ്പൊ ഇങ്ങനത്തെ ആക്ടിങ് ട്രെയിനിങ് പരിപാടികളൊക്കെ കുറച്ച് നമ്മളെ ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്കൊന്ന് ഒരു എക്സസൈസ്, നമ്മള് ജിമ്മിലൊക്കെ പോകുന്ന പോലെ നമ്മുടെ ഒരു സ്കിൽസ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് റിഫ്രഷ് ആവും. ഒരു ക്യാരക്ടറിനെ കാണുന്ന കാഴ്ചപ്പാടെ കുറച്ച് മാറും. നമ്മുടെയും കുറച്ച് കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ കുറച്ച് ഈ പറയുന്ന ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ഇൻഹിബിഷൻസ് പരിപാടീസ് ഒക്കെ ഒന്ന് ബ്രേക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ചെറിയ വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്ത. അതുകൊണ്ട് അതാണ് ലാസ്റ്റ് ആദ്യമായിട്ടും അവസാനമായിട്ടും എനിക്ക് കിട്ടിയൊരു വർക്ക്ഷോപ്പ്. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ആ ഒരു തോട്ട് മാറി, നല്ലതാണ് ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ഈ സ്വയം എപ്പോഴാ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായത്? സ്ക്രീനിൽ ഞാൻ മോശമായിരിക്കില്ല, സ്ക്രീനിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാള് എവിടെയോ ഇരുന്ന് എഴുതുന്ന ഒരു കാര്യം ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നു, അയാൾ ക്യാമറയ്ക്ക് പിന്നിൽ പോയി നിന്ന് സ്റ്റാർട്ട് ആക്ഷൻ പറയുന്നു, ഇതെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ആ ഒരു വിശ്വാസം എപ്പോ തൊട്ടാ വന്നു തുടങ്ങിയത് ഒരു ഓർമ്മയില്? അങ്ങനെ ഒരു എപ്പോഴത്തൊട്ടാണ് അങ്ങനെ ഒരു ഓർമ്മ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എവിടെയോ ഒരു കോൺഫിഡൻസ് ഉണ്ട്, സ്വയം ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നും ഇങ്ങനെ ചിലപ്പോൾ പിന്മാറുന്ന ഒരാളല്ല. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ ആക്ടിങ്ങും അതുപോലെ തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി നമുക്ക് എന്തെങ്കിലും ചെയ്യും, എനിക്ക് വേറെ ഒന്നും ചെയ്യുമ്പോഴും ഇതുപോലൊരു ഹാപ്പിനെസ് ഞാൻ മനസമാധാനം ഇല്ല. എനിക്ക് നടനാകണം, എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ പറയണത്. നടനാകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കണം, ആക്ടർ ആവണം, നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് കണ്ട് ആൾക്കാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഈ ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്, സിനിമയിൽ തന്നെ നിൽക്കാനും ഈ ഇപ്പൊ ചെയ്തതിനൊക്കെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റി എന്തോ ഭാഗ്യം കൊണ്ട്. അപ്പൊ അത് എന്നെ പിന്നെയും ഡ്രൈവ് ചെയ്യുക, ഇനിയും ചെയ്യാം. അപ്പൊ ആ ഒരു ഡ്രൈവ് ആയിരിക്കും ചിലപ്പോൾ കോൺഫിഡൻസ് തരുന്നത്, ചെയ്യാൻ പറ്റും, എന്ത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടി ആണെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഈ അവിയിലൊന്നും ചെയ്യില്ല, ആദ്യത്തെ പടവാ എൻ്റെ. അതിനകത്ത് ഇത്രയും ചേഞ്ചസ് വരുന്നെന്നുള്ളത് ഞാൻ ഈ പടത്തിൽ ഇന്നാകുമ്പോ എനിക്ക് അറിയേയില്ല, ഇതിന്റെ കഥ അറിയില്ല, ഇതിന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല. എൻ്റെ അടുത്ത് ഒറ്റ ഷോട്ടാ പറഞ്ഞത്. അത് വേറൊരു റൂട്ടിലാണ് ഞാൻ ആ പടത്തിൽ എത്തണേ. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് ഷൂട്ട് ചെയ്തു, അപ്പൊ ഇവനെ വെച്ച് നോക്കാം അന്ന്, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതായിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവസ്ഥ. അപ്പൊ വേറൊരു അവസ്ഥ അതായിരുന്നു അവസ്ഥ. അപ്പൊ ഞാൻ ചെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതാണ് ഷൂട്ട്, ഇതാണ് സീൻ, ഇതാണ് മൂഡ്, ഒന്ന് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ അന്ന് പാക്കപ്പ് പറഞ്ഞ പിന്നെ പടമില്ല, ഡ്രോപ്പ് ആ പടം. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ചെല്ലണേ. അപ്പൊ ഞാൻ ചെന്നിട്ട് ഓക്കെ ചെയ്യാം പറഞ്ഞു. എനിക്ക് ആ സീൻ മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു ഫുൾ അവിയൽ ഷൂട്ട് ചെയ്ത്. എൻ്റെ അടുത്ത് കഥ, ഓരോ ഷെഡ്യൂളിന്റെയും കഥ പറയാറേ ഇല്ല. എൻ്റെ അടുത്ത് സീനിന് മുന്നേ വന്ന് ഷോട്ട് ഇതാണ് മൂഡ്, ചെയ്തോ എന്ന് പറയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഗിറ്റാർ പഠിച്ചിരുന്നു ആക്ച്വലി? ഇല്ലില്ല, എനിക്ക് ആ ഗിറ്റാർ വായിക്കാൻ ഇപ്പോഴും അറിയില്ല. പക്ഷെ അതാ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കും ചിലപ്പോ നമ്മളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കുന്നതും അത് ചെയ്യിപ്പിക്കുന്നതും. അഭിനയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം കൊണ്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. കളി എന്നുള്ള സിനിമ പോസ്റ്റ് റിലീസ്, അതിന്റെ TV പതിപ്പുകളൊക്കെ അമൃതയില് വന്ന സമയത്തും അതുപോലെ എന്റെ യൂട്യൂബ് കട്ട് വേർഷൻസ് ഒക്കെ വന്ന സമയത്ത് കുറേ കൂടി അപ്രീസിയേഷൻ വരികയും ഇത് കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയായിരുന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൊമോ വളരെ രസമായിരുന്നു. ആ സമയത്തെ വൈറലായിട്ടുള്ള കണ്ടന്റ് ഒക്കെ വെച്ച് നിങ്ങൾ ചെയ്തിട്ടായിരിക്കും. കളി ശരിക്കും അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്റെ അറിവ് 1000 ബേബീസ് ചെയ്യുന്നത്. ആ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു? അതിന് എന്താ പോസിറ്റീവായിട്ട് സിറാജിന് കിട്ടിയ ഒരു കാര്യം? ഒരു പ്രൊഫഷണൽ രീതിയിൽ ഒരു സിനിമ ഞാൻ ആദ്യമായി നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഒരു ക്യാരക്ടർ തരാം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത് കളിയാണ്.
പ്രൊഡക്ഷൻ ഹൗസ് വഴിയൊക്കെ. അതെ, അതിന് മുന്നേ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അവസരങ്ങളൊക്കെ ചോദിച്ച് വല്ല സിനിമകളിലൊക്കെ കയറി ചെറിയ തലയൊക്കെ കാണിച്ച് നിൽക്കായിരുന്നു. ആ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ടീം ഒന്ന് വിളിക്കണു. അപ്പൊ ക്യാരക്ടറിന് എനിക്ക് എന്നെ നജീമിക്ക് വിളിക്കുമ്പോൾ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ വണ്ണം കുറയ്ക്കണം, 2 മാസം ഉണ്ട്. അങ്ങനെ ഞാൻ അതിനുവേണ്ടി കളരിക്ക് പോണു, സൈക്കിൾ ചവിട്ടുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു ക്യാരക്ടർ ആകാൻ വേണ്ടി ആഗ്രഹിച്ച രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് സിനിമയിലോട്ട് എത്തുന്നതും. പിന്നെ ഈ ആ ഒരു സർക്കിളും ആ സുഹൃത്തുക്കളും തന്നെയാണ് എനിക്ക് ഇപ്പോഴും സിനിമയെന്നുള്ള നല്ല സുഹൃത്തുക്കളായിട്ട് എന്റെ കൂടെ ഇപ്പോഴും ഉള്ളത്. അപ്പോ ആ ഒരു പ്രോസസ്സ്, കളി പ്രൊഫഷണൽ രീതിയിൽ സിനിമയെ ഞാൻ കുറച്ചും കൂടെ പഠിക്കുകയായിരുന്നു. ഞാൻ കളിയിൽ എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സിനിമ ലൊക്കേഷൻ, നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടല്ലോ, നമ്മൾ വർക്ക് ചെയ്യാണല്ലോ. മറ്റതിലൊക്കെ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്ന് സിനിമ ദൂരെ നിന്ന് കാണുക എന്നല്ലാതെ കുറച്ചും കൂടെ അടുത്ത് നിന്നിട്ട് സിനിമയുടെ പ്രോസസ്സ്, പരിപാടികൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ചും കൂടെ പഠിച്ചത് കളിയുന്ന. ഞാൻ കൂടുതൽ പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. അതെനിക്ക് നോളജ് കിട്ടിയിട്ടുണ്ടോന്നല്ല, ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഞാൻ ശരിക്കും കളിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കുമായിരുന്നു. ലൊക്കേഷൻ ഫുള്ള് എനിക്ക് വർക്ക് ഇല്ലെങ്കിലും ഞാൻ ചെല്ലുമായിരുന്നു. എന്നിട്ട് ചുമ്മാ എന്താ ഞാൻ വെറുതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൊക്കേഷനിൽ വെറുതെ ഇരിക്കാൻ. എനിക്ക് ആ ഓരോരുത്തരുടെ പ്രോസസ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ കൂടുതൽ സമയം കിട്ടിയാൽ ഞാൻ ഫ്രീ ആണെങ്കിൽ ലൊക്കേഷനിൽ പോയി ഒന്നെങ്കിൽ മോണിറ്ററിന്റെ പുറകിൽ പോയിരിക്കും. എന്നിട്ട് ഫുൾ ആ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോണ്ടിരിക്കാൻ. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തെ ഈ അവിടെയും ഒരുപാട് വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവര് ഡയലോഗ് പറയുന്ന ആർട്ടിസ്റ്റുകളെ വളരെ കൊതിയോടുകൂടി നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അത് നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ചിലപ്പോൾ അവരുടെ ഏജ് ഒക്കെ ഇനി ഒരിക്കലും ഒരു നായകനോ നായികയോ ഒന്നും ആവാൻ പറ്റുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് പോയിട്ടുണ്ടാവും. എന്നാലും സ്റ്റിൽ അവരെ കാണുന്നത് ആ ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക്. പിന്നീട് അവിടെ നിന്നാണല്ലോ നായകനാവുന്നത്. അപ്പൊ തിരിച്ച് ആ ഒരു സ്റ്റേജിനെ പറ്റി ആലോചിക്കുമായിരുന്നു. അതാ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് എവിടുന്ന് തുടങ്ങി, അന്ന് എങ്ങനെയാ നിന്നിരുന്നേ, ഇന്നിപ്പൊ ഇത്തിരിയെങ്കിലും കുറച്ച് പടങ്ങൾ ചെയ്യാൻ പറ്റിയ ഭാഗ്യം കിട്ടിയല്ലോ എന്നാ ചിന്തിക്കുമ്പോ ആ ഒരു പോയിന്റും ഈ പോയിന്റും നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ ആ ഒരു ട്രാവൽ, ആ ജേർണി, ആ ഒരു നമ്മൾ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് ഭയങ്കര രസമുള്ള കാര്യം. നമ്മള് മുന്നേ ഉള്ള ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഭരതൻ എഫക്ട് എന്ന് പറഞ്ഞൊരു പടം, ഫസ്റ്റ് പടം ചെയ്തിട്ടുണ്ട്. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുക. പക്ഷെ അന്ന് ഞാൻ കയറിയിരുന്നത് ഡിഗ്രി പിള്ളേരുടെ കൂടെയാ. കോളേജാണ് അവിടെ ഷൂട്ട് ചെയ്യണത്. ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ എന്നെ പിടിച്ച് കോളേജ് പിള്ളേർ, അന്നേ ഞാൻ മറ്റേ കോളേജ് പിള്ളേരുടെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നു. അപ്പൊ എന്റെ കൂട്ട് വന്നതാണ് എന്റെ ചേട്ടൻ, ഓൺ ബ്രദർ. പുള്ളിക്ക് ഡയലോഗ് കിട്ടി. പുള്ളിക്ക് ഒരു ആഗ്രഹവും ഇല്ല സിനിമയിൽ അഭിനയിക്കണമെന്ന്. എന്റെ കൂടെ വെറുതെ കൂട്ട് വന്ന. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിക്കാം, നിനക്ക് ഒരു ഡയലോഗ് എന്നാ പറയുന്നത്. അപ്പൊ എന്നെ തിരിഞ്ഞു നോക്കുക. അപ്പൊ ഞാൻ എന്റെ കൂടെ വന്നിട്ട് അവന് ക്യാരക്ടർ കിട്ടി. അപ്പൊ പുള്ളി എന്നിട്ട് ആ ഡയലോഗ് പറഞ്ഞു. ആ സിനിമ ഞങ്ങള് ഇടയ്ക്കൊക്കെ ഇപ്പോഴും ആ സിനിമ ഇരുന്ന് കാണും. ഇത് ശരിക്കും വിജുമേനോൻ നടന്നുണ്ട്. ഇത് വിജുമേനോൻ ശരിക്കും നടന്നത്. അതായത് വിജുമേനോൻ ഏട്ടനെ ബൈക്കിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഏട്ടനായിരുന്നു അഭിനയം പോയി. അദ്ദേഹം അയാൾ എങ്ങനെയാന്ന് വെറുതെ ഓഡിഷൻ, ഒറിജിനൽ ബിജുമേനോൻ ചേട്ടന്റെ ചേട്ടനാണ് ഓഡിഷന് പോയത്. കൂടെ പോയതാ. കിട്ടി. ഞാൻ അവസരം ചോദിച്ച അവിടെ കയറി എനിക്ക് കിട്ടിയത് ചേട്ടന് ഡയലോഗ്. ഞാൻ എന്നിട്ട് പുറകെ നിന്ന് റിയാക്ഷൻ കൊടുക്കുന്നു. അയ്യോ ഭയങ്കര അതാ പറഞ്ഞ. അപ്പൊ ആ ആദ്യത്തെ സിനിമ ചെയ്തിട്ട് അവിടെ നിന്നാണ് എനിക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയറിനെ കിട്ടുന്നത്. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. അപ്പൊ ഞാൻ പോയി നമ്പരൊക്കെ കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വീട്ടിൽ ലാൻഡ് ഫോണിലാണ് വിളിക്കണേ. ഞാൻ നല്ല ഉറക്കമാ. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിയുടെ പേര് ജയറാം എന്നാ. ഞാൻ ജയറാം വന്നേ സിനിമയെന്നാണ്, സിറാജിനെ ഒരു സിനിമയിലോട്ട് വിളിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം എന്റെ ഉമ്മ വിചാരിച്ചത് നമ്മുടെ ആക്ടർ ജയറാം. അയ്യോ ജയറാം സാറോ, ഞാൻ കൊടുക്കാം. എന്നിട്ട് എന്നെ വിളിക്കുക, എടാ ജയറാം സാർ വിളിക്കുന്നു, വാ നിന്നെ സിനിമയിൽ എടുത്തെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുക. ഞാൻ ഹലോ ആരാ, ഞാൻ ഇന്നലെ നമ്മള് കണ്ടില്ലേ ജയറാം. ഞാൻ ഓക്കെ ചേട്ടാ, അതാണ് ക്ലാസ്മേറ്റ്സ്. പക്ഷെ അവര് ഞാൻ എഴുന്നേറ്റ് റെഡിയായി വരുമ്പോഴത്തേക്കും അവര് വണ്ടി വിട്ടു പോയി. എന്നിട്ട് ഞാൻ ഇവിടുന്ന് KSRTC ബസ്സൊക്കെ എടുത്ത്, എനിക്ക് അറിഞ്ഞൂടാ അന്ന് ക്ലാസ്മേറ്റ്സ് ആണ് ഷൂട്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ബസ്സൊക്കെ എടുത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കാണല്ലോ, കോട്ടയം പോകണം. അപ്പൊ എന്റെ കൂടെ ചേട്ടനും വന്നു കേട്ടോ അന്ന്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് CMS കോളേജിൽ പോണു. അവിടെ ചെന്നപ്പം ഒരു 1000കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിൽക്കുക ആ സിനിമയിൽ. അന്ന് ആ ഞാൻ ചെല്ലുമ്പോ ആ പാട്ട് ഷൂട്ട് ചെയ്യാം അവിടെ. അവിടെ എല്ലാരും ഉണ്ട്. എല്ലാരെയും അന്ന് ഞാൻ കണ്ടു. അന്ന് ഭയങ്കര രസമുള്ള ഡേയ്സ് ആയിരുന്നു അതൊക്കെ. ഞാൻ CMS കോളേജ് ഇങ്ങനെ അന്ന് രാജീവ് സാറ് ഡയറക്ഷൻ ഭയങ്കര. ഞാൻ ഒരു 10 ദിവസത്തോളം ലൊക്കേഷനിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ക്ലാസ് തുടങ്ങി. ഞാൻ തിരിച്ചു
സ്കൂളിൽ പോയി. സിനിമയിൽ ഇപ്പൊ കാണാൻ പറ്റുമോ? ഒരു ഷോട്ടിൽ തന്നെ കാണാം, പക്ഷെ ആർക്കും അത് തിരിച്ചറിയില്ല. എനിക്കറിയാം ഞാൻ അവിടെ നിപ്പുണ്ടെന്നുള്ളത്. ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് വരുമ്പോ എനിക്കറിയാം ഞാൻ അവിടെ നിപ്പുണ്ട്, പക്ഷെ അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ ലാത്തി ചാർജ് ആയിരുന്നു കൂടുതലും. ഈ അതിനകത്ത് കിടന്ന് ഓടുക, അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, ആക്ഷൻ പറയുമ്പോ ഓടുക, ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നുണ്ട് എവിടെയൊക്കെയോ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ 1000 ബേബീസിന്റെ പാർട്ട് 2 അത് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്? സിറാജിന് എത്രത്തോളം കാര്യങ്ങൾ അറിയാം? അവര് ഓൾറെഡി അവരുടെ മെറ്റീരിയൽ ഉണ്ട്, അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള പരിപാടി എല്ലാം ഉണ്ട്. ഹോട്ട്സ്റ്റാർ ഓൾറെഡി ഓക്കെ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിജിമിക്ക് ഒരു സിനിമ ചെയ്തിട്ടേ ഹോട്ട്സ്റ്റാർ ഇനി അങ്ങനെ ഒരു വെബ് സീരീസ് കണ്ടിന്യൂ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു സിനിമയുടെ പുറകിലാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അവസരവും ചോദിച്ചു. അയം ഗെയിമിലുണ്ടോ നഹാസിന്റെ? ഇല്ല, അങ്ങനത്തെ ഒരു അത്രയും ക്യാരക്ടേഴ്സ് എന്താ അതിലുള്ളൂ. പിന്നെ വിളിക്കുമ്പോ നല്ലത് വിളിക്കുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അവൻ പറയുകയും ചെയ്തു ഇല്ല. വിളിച്ചല്ലേ? ഞാൻ വിളിച്ചു, എന്റെ അടുത്ത് പറഞ്ഞു അത് ചെറിയതൊന്നും ചെയ്യണ്ട, നീ നല്ലത് ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞു. ഏത് നടന്റെ ഒരു ജീവിത രേഖ അല്ലെങ്കിൽ ഒരു ലൈഫ് ട്രജക്ടറി ഉണ്ടാവുമല്ലോ? ഞാൻ ഫഹദിന്റെ ഒക്കെ മറ്റേ ബർത്ത്ഡേ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടന്റെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ അത് ഏത് നടനെ അഡ്മയർ ചെയ്ത് ലുക്കപ്പ് ചെയ്യുന്ന നടനാര് അല്ലെങ്കിൽ ഒരു ആക്ടർ ആരാ? പെട്ടെന്ന് നോക്കുമ്പോ എനിക്ക് ഫഹദിന് ഞങ്ങളൊരു നാട്ടുകാരാണ്, ആലപ്പുഴക്കാരാണ്. എനിക്ക് ഫഹദിന്റെ ബ്രദറുമായിട്ട് ഞാൻ നല്ല സുഹൃത്താണ്. ഫർഹാനുമായിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ എനിക്ക് ദൂരെ നിന്ന് അറിയാം. എനിക്ക് ആ ഫാമിലിയിൽ എനിക്ക് ആകെ അറിയാവുന്നത് ഫർഹാനെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അറിയാം. പക്ഷെ ആ ഫഹദിന്റെ ഒരു ട്രാവലും തിരിച്ചു വരവും ഇതൊക്കെ പണ്ടോട്ടേ എന്റെ ഫോണില് പണ്ട് ഫഹദിസം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പഴയകാല ഫോട്ടോസും തിരിച്ചു വന്നതിന് ശേഷമുള്ള ഫോട്ടോസും ആ ഒരു ട്രാവല് വന്ന് ഒന്നുമില്ലായ്മന്ന് ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കംബാക്ക് നടത്തി ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നത് എനിക്ക് അടുത്തറിയാവുന്ന ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഫഹദിന് ആ ഒരു ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വിധത്തിൽ ഒരു ട്രജക്ടറി, ആ വിധത്തിൽ ഒരു ജീവിതരേഖ സിറാജിനും ഉണ്ടാവും. നേരത്തെ ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് വേഷങ്ങൾ കാണാൻ വരട്ടെ. നമസ്കാരം. താങ്ക് യു.